ഹായ് കൂട്ടുകാരെ, ഷാ സിനി ടോക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നൗഷാദ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോകല്ലേ. മമ്മൂട്ടിയും മോഹൻലാലും നായക പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ നായകനായി വിലസിയ ഒരു നടനായിരുന്നു ശങ്കർ. ശങ്കറിൻ്റെ പാട്ട് സീനുകളും പ്രേമരംഗങ്ങളുമെല്ലാം അന്ന് യുവക്കൾക്ക് വലിയൊരു ഹരമായിരുന്നു. ജയൻ്റെ ശരപഞ്ചരം എന്ന ചിത്രത്തിലാണ് ശങ്കർ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നീട് തമിഴിൽ ഒരു തലയിലാകും എന്ന തമിഴ് ചിത്രത്തിൽ നായകനായി. ആ ചിത്രം സൂപ്പർ ഹിറ്റായി. ശങ്കറിൻ്റെ രണ്ടാമത്തെ ചിത്രവും മോഹൻലാലിൻ്റെ ആദ്യ ചിത്രവുമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. എന്നാൽ നമുക്ക് മമ്മൂട്ടി ഉപനായകനും ശങ്കർ നായകനുമായ രണ്ട് സിനിമകളെക്കുറിച്ച് നോക്കാം. ശങ്കർ നായകനും മമ്മൂട്ടി ഉപനായകനും മോഹൻലാൽ സഹനടനുമായി അഭിനയിച്ച ഒരു ചിത്രമാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. കൊച്ചിൻ ഹനീഫയുടെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം 1985 റിലീസായത്. അമിതാഭ് ബച്ചൻ, സഞ്ജീവ് കുമാർ അഭിനയിച്ച 1975 റിലീസായ ഫറാർ എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് ഈ ചിത്രം. ശങ്കർ ജയിൽ ചാടി ഒളിവിൽ കഴിയുന്ന ഒരു ജയിൽ പുള്ളിയായും മമ്മൂട്ടി ഉയർന്ന പോലീസ് ഓഫീസറായും അഭിനയിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ ഏതാനും കുറഞ്ഞ സീനിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. മറ്റു പോലീസ് ഓഫീസറായി KPSC സണ്ണിയും ശ്രീനാഥും ചിത്രത്തിലുണ്ട്. കൊച്ചിൻ ഹനീഫ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കുതിരോട്ടം പപ്പു, മേനക, സുമിത്ര തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. സംഗീതം MG രാധാകൃഷ്ണൻ, ഗായകർ NG ശ്രീകുമാർ, വേണുഗോപാൽ തുടങ്ങിയവരാണ്. ശങ്കർ നായകനും മമ്മൂട്ടി ഉപനായകനും മോഹൻലാൽ വില്ലനുമായി അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് PK ജോസഫ് സംവിധാനം ചെയ്ത ഊതിക്കാച്ചിയ പൊന്ന്. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയം കവർന്ന ജോൺ ആലുങ്കലിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി എടുത്ത ചിത്രമാണ് ഊതിക്കാച്ചിയ പൊന്ന്. ചിത്രത്തിലെ മറ്റൊരു വില്ലൻ കഥാപാത്രമായ KP ഉമ്മർ മാനേജറായ തുണിക്കടയിലെ ജോലിക്കാരാണ് മമ്മൂട്ടിയും മോഹൻലാലും പൂർണിമ ജയറാമും. വളരെ പാവപ്പെട്ടവളും നിഷ്കളങ്കയുമായ സുകുമാരി എന്നൊരു കഥാപാത്രത്തെയാണ് പൂർണിമ ജയറാം ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിലെ മാനേജറായ KP ഉമ്മറിൽ നിന്നും മറ്റു ജോലിക്കാരനായ മോഹൻലാലിൽ നിന്നും അവൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ചിത്രത്തിൻ്റെ കഥ. അവൾക്കെപ്പോഴും ആശ്വാസമായി എത്തുന്നത് സ്ഥാപനത്തിലെ മറ്റു ജോലിക്കാരനും യൂണിയൻ നേതാവുമായ മമ്മൂട്ടിയാണ്. ശ്രീനാഥ്, ചെമ്പരത്തി ശോഭന, സുചിത്ര, ജഗതി ശ്രീകുമാർ, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.